ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആരി വർക്ക് ഡിസൈനിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. നമ്മളെ കിഡ്സിൻ്റെയൊക്കെ ഫ്രോക്കിൽ യോക്ക് പോഷനിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ആരി വർക്ക് ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ യോക്കിൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ തുണിയിലോട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഏത് പോർഷനിലാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് നമ്മൾ തുണിയിൽ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ വർക്ക് വേണ്ടത് അവിടെ നമ്മൾ നമ്മുടെ ഡിസൈന് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പേപ്പർ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ. അത് വെച്ചിട്ട് തുണിയിൽ ഡയറക്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ യോക്കിൻ്റെ ആ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ടാണല്ലോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കട്ടിങ്ങിലൂടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാതെ എക്സ്ട്രാ ഒരു 1-2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിതുപോലെ വെട്ടിയെടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഫ്രെയിമിലിട്ട് കൊടുക്കണം. തുണി ഫ്രെയിമിലിട്ട് കൊടുത്തതിനാലേ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായ അത്രയും അളവിൽ ഇതുപോലെ തുണി ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വർക്കൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ യോക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഞാൻ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് തുണിയിലോട്ട് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം ഈ ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. പേപ്പറിൽ ഓൾറെഡി ഞാനിതുപോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേപ്പർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പറും അതുപോലെ തന്നെ അടിയിൽ വെച്ചിട്ടുള്ള ഒരു കാർബൺ പേപ്പറൊക്കെ മൂവ് ചെയ്യാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ഡിസൈൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറിപ്പോകും. അപ്പോൾ അത് നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ഒരു നീറ്റ് പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് ആദ്യമേ പിന്നി വെച്ചിട്ടൊന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ട്രേസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. യെല്ലോ കാർബൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് കളർ തുണിയുമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ തെളിഞ്ഞ് കാണുന്നില്ല. വീഡിയോയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞാനിത് ഹീറ്ററൈസബിൾ പെൻ വെച്ചിട്ട് ഒന്നും കൂടെ അത് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ യോക്ക് പോർഷനിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം പോർഷനിൽ തന്നെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴെ 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലായിട്ട് വേണം പാറ്റേൺ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം വീഡിയോയിൽ ചെയ്തതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലായിട്ടാണ് പാറ്റേൺ വരച്ചിട്ടുള്ളത്. നമുക്ക് സ്കേർട്ട് പാർട്ടും യോക്ക് പോർഷനും കൂടെ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ഇടണം. അതിനുശേഷം മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡിസൈൻ വരച്ചു കൊടുക്കുക. അല്ലാത്ത സമയം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കവർ ചെയ്ത് പോകും, അല്ലെങ്കിൽ ബീഡ്സൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് മുൻകൂട്ടി പറഞ്ഞത്. അപ്പം അങ്ങനെ ചെയ്യുക. ഈ ഒരു പോർഷനിലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനായിട്ട് കുറച്ച് ഗ്യാപ്പ് വിടണം. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഫ്രെയിമിലോട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് തുണി എത്താത്തത് കാരണം ഞാൻ അവിടെ എക്സ്ട്രാ തുണി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് അയച്ച് മാറ്റാവുന്നതാണ്. അപ്പം തുണി നല്ല ടൈറ്റായിട്ട് തന്നെ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫ്ലവർ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ മാത്രം സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് വരുന്ന ആ ഒരു ഡിസൈനും കൂടെ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്ന മൈക്രോ കട്ട് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
അപ്പം ഒരു 2 ഇയർ ബേബിൻ്റെ ബോക്സ് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ചെറിയൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു ഹാൻഡ് വർക്കും കൂടെ അതിൽ യോക്ക് പോർഷനിൽ ആഡ് ചെയ്തതിനാൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതിനാണ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കൂടെ കൊടുക്കുന്നത്. അപ്പം ഇത് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. എന്തായാലും നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആ ഒരു ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലവർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫ്ലവറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സീക്വൻസ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സീക്വൻസ് ഓരോ പെറ്റൽസിലായിട്ട് നല്ല തിങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് സീക്വൻസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെൻട്രലായിട്ട് ആ ഒരു റൗണ്ട് വരുന്ന പോർഷനിൽ നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ കട്ട് ബീഡ് വെച്ചിട്ട് തന്നെ അതും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഹാൻഡ് വർക്കും അല്ലെങ്കിൽ ഡ്രസ്സ് ഡിസൈനിങ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡ്രസ്സൊക്കെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആരി വർക്ക്, ബ്രൈഡൽ വർക്ക്, അത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആരി വർക്കൊക്കെ പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോഴും അത്ര പെർഫെക്ഷനൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും കുറച്ച് സ്പീഡ് കുറവൊക്കെ ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്താണ് എനിക്കിപ്പോൾ ഈ ഒരു നിലയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർ കുറച്ചധികം ടൈം തന്നെ സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ 1-2 തവണ ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ ഇലായി വരണം എന്നില്ല. ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് ക്ഷമയും നല്ലൊരു ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. ഫസ്റ്റ് ട്രൈയിൽ തന്നെ നമുക്ക് ശരിയായി വരണമെന്നൊന്നുമില്ല. ആ ഒരു നീഡിൽ പിടിച്ചെടുക്കാൻ തന്നെ നമ്മൾ വേണമെങ്കിൽ 1, 2, 3 ദിവസമൊക്കെ നമ്മൾ പിടിക്കും. ആ ഒരു നീഡിൽ നമ്മുടെ കൈക്ക് വഴങ്ങി വരണം എന്നുണ്ടെങ്കിൽ തന്നെ. അപ്പം അത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചെടുത്തത്. യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഞാനും ആരി വർക്ക്, എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട്. വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റലുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ ഒരു ചെറിയ റൗണ്ട് ഫില്ല് ചെയ്യാനായിട്ട് സെൻട്രലായിട്ട് ഇതുപോലെ ക്ലിപ്പ് സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം അതിന് ചുറ്റുമായിട്ട് മൈക്രോ ബീഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, സീക്വൻസ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ സെൻട്രൽ പോർഷൻ ഇതുപോലെ തന്നെ ആ ഒരു സെയിം മൈക്രോ ബീഡ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറായിട്ട് ഇതുപോലെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ബീഡ്സ് എത്രയാണോ ആ ഒരു റൗണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച് 3-4 ബീഡ്സ് വെച്ചിട്ട് ഓരോ ലെയറായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫ്രീ ടൈമിൽ രാവിലെയും പകലൊന്നുമില്ല, ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം കിട്ടുമ്പം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാറുള്ളൂ. ചില ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ രാത്രിയും പകലൊക്കെ മാറി ഇരുന്ന് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എന്തായാലും ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കരുത്.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോടെ വേണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറച്ചൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ആട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.